നമ്മള് പറഞ്ഞിട്ടൊന്നും മൈൻഡ് ചെയ്തും കൂടി ഇല്ലല്ലോ. അതിന് നമ്മളെവിടെ സുരക്ഷിതരായിട്ടുള്ളത്? നമുക്ക് ആരാ ഉള്ളത്? പട്ടീനെ പോലെ പണിയെടുക്കാന്നല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇപ്പൊ അയാൾ ഉപദ്രവിച്ചെങ്കിലോ? ഉപദ്രവിച്ചെങ്കിൽ എന്താ, ഉപദ്രവിച്ച ആള് നല്ല അന്തസ്സായിട്ട് പോകും. നമ്മുടെ കെട്ടിയമാർക്ക് എന്താ കുഴപ്പം? അവർക്ക് ഇതിനുമൊക്കെ എവിടെയാ സമയം? അവർക്ക് തേക്കും മരവും സ്ഥലവും കട്ടിലൊക്കെ അല്ലേ വലുത്. വല്ല മൈൻഡും ഉണ്ടായോ? പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് പോയി ചോദിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ഇവന്മാരുടെ കാല് പിടിക്കുന്നവരെ വേണം തല്ലാനായിട്ട്. എന്താണ് നമുക്ക് ചോദിക്കാൻ പറ്റാത്തത്? എന്താ സ്ത്രീകൾക്ക് എന്താ വേറെ എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. അങ്ങോട്ട് ധൈര്യമായിട്ട് ചോദിക്കണം. അതിന് ആദ്യം ധൈര്യം വേണം. ധൈര്യം ഇപ്പൊ ഇവിടുന്ന് ഉണ്ടാക്കാനാ? ധൈര്യം അങ്ങനെ ഉണ്ടാവുമൊന്നുമില്ല. നമ്മൾ ശക്തരാണെന്നുള്ള തോന്നല് നമുക്ക് തന്നെ ഉണ്ടായാൽ മതി. എടി ഇപ്പൊ എന്തിനാ സ്കൂളുകളിൽ ഗുസ്തിയും കരാട്ടയൊക്കെ പഠിപ്പിക്കണേ? തക്കളിമോള് പഠിക്കണ്ടല്ലോ. പെൺകുട്ടികൾ ശക്തരാണെന്ന് അവർക്ക് ആദ്യം തോന്നണം. നമുക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ഈ പ്രായത്തിൽ ഇനി കരാട്ട പഠിക്കാൻ പറ്റുമോ? ഈ പ്രായത്തിൽ കരാട്ട പഠിച്ചാൽ എന്താ കുഴപ്പം? പഠിക്കാൻ പറ്റൂലേ? നീ കിളവിയായോ? ഇല്ലല്ലോ. പിന്നെന്താ കുഴപ്പം? നീയേ ഇവിടെ ഇങ്ങനെ വീട്ടിലിരുന്നാ പോലെ. PSC കുറെ എഴുതാൻ തുടങ്ങിയതാണല്ലോ. കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നോക്കണം. നമുക്ക് മുൻപ് എന്തോരം വലിയ വലിയ വനിതകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനത്തെത്തിയവര്. അവരൊക്കെ എങ്ങനെ എത്തി? കരാട്ട പഠിച്ചിട്ടാ? കരാട്ട പഠിച്ചിട്ടാണോ കൊച്ചേ എല്ലാവരും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ആവണത്? എടി അതിന് ആദ്യം ഒരു ആത്മവിശ്വാസം വേണം നമുക്ക്. നമ്മൾ സ്ത്രീകൾ നമ്മളെ തന്നെ ആദ്യം വിശ്വസിക്കണം. ഇവിടെ നിനി അങ്ങോട്ട് ഒരു പുരുഷന്റെ, അതിന് ഭർത്താവായാലും ശരി ആരായാലും ശരി, കാല് പിടിക്കാൻ നമ്മൾ പോവരുത്. നമ്മൾ ശക്തരാണെന്ന് ഇവിടുത്തെ ആണുങ്ങളെ നമുക്ക് തെളിയിപ്പിക്കണം. അതിനാദ്യം നമ്മൾ കരാട്ട പഠിക്കാൻ പോകണം. പോവോ? ഈ പ്രായത്തില് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ പോകും. പോകും. ഇനി അവനെ കാണുമ്പോഴത്തേനും ഒന്നും മറക്കണ്ട. ഇല്ല, എനിക്കും ധൈര്യമുണ്ട്. ആ